മലയാളികൾ കുടുംബ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള ഇപ്പോൾ അമ്മമാർക്കൊക്കെ പ്രിയപ്പെട്ട മണിമുത്തെന്ന് തന്നെ പറയാം. ഹരിത, നമസ്കാരം. ഈ ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ അഭിനയിക്കുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലാലേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആള് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാണുന്ന ബാക്ക് ഷോട്ടാണ് എൻ്റെ ആ ചെരിഞ്ഞ തോളും. 10-18 ദിവസം ഞാൻ അദ്ദേഹത്തിനൊപ്പം ആ ഒരു കോർട്ട് റൂമിൽ എൻ്റെ തൊട്ടടുത്താണല്ലോ ഇരിക്കുന്നത്. ദൈവം, ഇത്രയും വലിയ മനുഷ്യന് മുന്നിൽ നിന്നിട്ട് ഞാൻ എക്സ്പ്രഷൻ ഞാൻ ആരാട്ടാ ലാലേട്ടൻ എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ്. ഞാൻ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് ലാലേട്ടൻ എന്ന് എഴുതി. അപ്പോൾ ആള് പറഞ്ഞു നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ എൻ്റേത് പക്ഷെ മോശമാണ്, ഞാൻ കാണിക്കാം, പേനയും പേപ്പറും തരുമെന്ന് ചോദിച്ചു. ആള് യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് എഴുതി. ആക്ച്വലി അതിപ്പോഴും ആ ഡയറി ഞാൻ അവരോട് ചോദിച്ച് മേടിച്ച് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതടിപൊളി. ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ എന്നോട് ചോദിച്ചു, ചേച്ചി ഏതിനകത്തൊക്കെയാ ഉള്ളത് ചോദിച്ചു. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. മര്യാദയുള്ളവരാണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ചോദിക്കാം. ഹരിതയുടെ പ്രണയ വിവാഹമായിരുന്നു അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? ഞാൻ ആക്ച്വലി എനിക്ക് ഒന്ന് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് എവറി ഡേ നൈറ്റ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈവൻ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴാണെങ്കിലും പഠിച്ചിട്ട് നമുക്ക് തലേ കയറത്തില്ലല്ലോ. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടണം, അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടരുതെന്നുണ്ടല്ലോ. Hey, it's me Ajin Varghese. Let's welcome to our show Chat with Ajin. നമ്മളോടൊപ്പം ഉള്ളത് മലയാളികൾ കുടുംബ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ള ഇപ്പോൾ അമ്മമാർക്കൊക്കെ പ്രിയപ്പെട്ട മണിമുത്തെന്ന് തന്നെ പറയാം. ഹരിത, നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഇൻട്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? ജ്യൂസ് കൂടി. എനിക്കറിയാം അടുത്ത പറയാൻ പോകുന്നത് ഈ ജ്യൂസ് ഞാൻ തരുന്നില്ല അതല്ലേ, ഒറ്റയ്ക്ക് കുടിക്കുകയാണ്. ആങ്കറിന് ജ്യൂസ് കൊടുക്കാതെ ഹരിത ഇതായിരിക്കും ക്യാപ്ഷൻ. ആങ്കർ ഇവിടുത്തെ പ്രൊഡക്ഷനിൽ എന്റെ പേരിൽ ഫിഷ് ഫിംഗേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളും എല്ലാം അതിന്റെ വഴിക്ക് അങ്ങ് വരും. അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഹരിത മലയാളി പ്രേക്ഷകർക്കിടയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരിക്കുട്ടിയല്ലേ. സീരിയലിലോട്ട് വരുന്നത് എങ്ങനെ? ഞാൻ നേഴ്സായിരുന്നു, ബേസിക്കലി നേഴ്സായിരുന്നു. ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ഒരു ബ്രദർ ഉണ്ട്, അഭിലാഷ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റ് ഒരു റിയാലിറ്റി ഷോ വന്നിട്ട് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് വിട്ട് അങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ നഴ്സിങ്ങിന് പോയത് ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ജോലി ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞു. ഈ കുഞ്ഞിലെ പോലെ ഡാൻസ്, ഇങ്ങനെയുള്ള ആർട്ട് ഇതൊക്കെയായിരുന്നു ഇഷ്ടം. അഭിനയം പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഒരു ജോലി ഉണ്ടെങ്കിൽ നീ ഇഷ്ടമുള്ളതിന് പോയിക്കോന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ വീട്ടുകാരെ കാണിക്കാൻ ഒരു ജോലി വേണം. സത്യമായിട്ടും അതായിരുന്നു. പിന്നെ ബേസിക്കലി ഞാനൊരു കോട്ടയംകാരിയാണ്. അപ്പം അച്ചായത്തി അതന്നെ കോട്ടയംകാരിയാണ്. അപ്പൊ പെട്ടെന്ന് എല്ലാവരുടെയും മൈൻഡിലേക്ക് ആ ഒരു സമയത്ത് ആദ്യം ഓടിക്കൊണ്ടിരുന്ന നഴ്സിംഗ് ആയിരുന്നു. കാരണം നഴ്സിംഗ് എല്ലാവരും എടുക്കുന്നതിന് കാരണം തന്നെ സേഫ് ആണ്. നഴ്സിംഗിന് ഒരിക്കലും നമ്മൾ ജോബ്ലെസ് ആവില്ല, ജോബ് ഉറപ്പായിരിക്കും. നഴ്സിനെ വേണ്ടാത്ത ഒരു സൊസൈറ്റി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ അങ്ങനെ ഒരു ജോബ് എന്ന് മാത്രമേ കരുതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഓക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ അതിന് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് അച്ഛൻ വിചാരിച്ചു നമുക്ക് ഈ സാലറി ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് മാറി ഫുൾ നേഴ്സിലോട്ട് തന്നെ പോകുന്നു. നഴ്സിംഗിലേക്ക് പോകുന്നത് ഏട്ടനും അത് തന്നെയാ വിചാരിച്ചത്. അപ്പൊ യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചത്. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു ശരി ഞാൻ തോൽവി സംഭവിച്ചു, ഇഷ്ടമുള്ളതിന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ റിയാലിറ്റി ഷോ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് നമ്മളൊരു സീരിയലിലേക്ക് ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിലേക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ചെയ്ത റോൾ എന്തുവാ? സീരിയൽ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ശരിക്കും ഒരു ദേവിയായിട്ടാണ്, മറ്റേ മാളികപ്പുറത്തും. അപ്പൊ പിന്നെ കാർബൺ മൂവിയില് വേണുജി സാറിന്റെ കാർബണിനകത്ത് മറ്റേ ഷറഫുദ്ദീൻ ഒക്കെ ഇല്ലേ, അദ്ദേഹത്തിന്റെ ഫഹദ് ഫാസിൽ സാറിന്റെ. അപ്പം അതില് ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. പക്ഷെ അത് സോങ്ങിൽ മാത്രമേ വരുന്നുള്ളൂ. ഷറഫുദ്ദീൻ കല്യാണം കഴിക്കുന്ന കുട്ടിയായിട്ടുള്ളത് അതിലാണ് ശരിക്കും തുടങ്ങുന്നത്. പിന്നെ
സീരിയലില് ഒരു ഗർഭിണിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. തുടക്കം തന്നെ ഗർഭിണിയായിട്ടാണ് വന്നത് അല്ലേ? സീരിയലിൽ ആദ്യമായിട്ട്. സീരിയലിൽ ഇപ്പം നമ്മൾ ഈ സീരിയലിൽ വരുന്നതിന് മുമ്പ്, അഭിനയത്തിൽ വരുന്നതിന് മുമ്പ്, നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്തും ജോലിക്ക് കയറുന്ന സമയത്തും നമ്മൾ ഈ സിനിമകൾ കാണും അല്ലെ, സീരിയലുകൾ കാണും. ഈ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചു ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു? പണ്ടൊക്കെ അമ്മമാർ പറയത്തില്ലേ ഈ ഇതിൻ്റെ അകത്ത് ഇറങ്ങി തിരിച്ചാൽ ഇതിനെപ്പറ്റി അറിയത്തുള്ളെന്ന്. ശരിക്കും ആ ഒരു ഫസ്റ്റ് ക്യാമറ വെച്ചപ്പോഴും അല്ലെ, ഇപ്പം പല ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തോ സുഖമാണ്, AC ഉണ്ട്, പൈസ ഉണ്ട്, കാറ് കൊണ്ടുവരുന്നു. ഇതിൻ്റെ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? കഷ്ടപ്പാടുണ്ടെന്ന് അറിയായിരുന്നു, ഏതൊരു ജോലിക്കും കഷ്ടപ്പാടുണ്ട്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പക്ഷെ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം സിനിമയെക്കാളും കുറച്ച് കഷ്ടപ്പാട് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സിനിമയേക്കാൾ കൂടുതലാണ് ആണ്. കാരണം ഇത് നമ്മൾ രാവിലെ ഒരു 6-6:30 തുടങ്ങുന്ന ജോലി രാത്രി നമുക്ക് 9-10 മണി വരെ എവറി ഡേ പോകും. മിനിമം ഒരു 1 to 15 ആണ് നമ്മുടെ ഒരു ഷെഡ്യൂൾ എങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിനിമയിൽ ഒരു ദിവസം 2-3 സീനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 10-12 സീനാണ് ഒരു ദിവസം എടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, വരിക, ഡ്രസ് ചേഞ്ച് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള നല്ല കഷ്ടപ്പാടാണ്. എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകൾക്കും നല്ല കഷ്ടപ്പാടാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു. അല്ല, പിന്നെ നഴ്സിംഗ് ആയിരുന്നല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അത്രയും കഷ്ടപ്പാട് ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനാണ് കഷ്ടപ്പാട് കൂടുതൽ. ഒരുപാട് നേഴ്സുമാർ ഇന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നേഴ്സുമാർക്ക് വേണ്ടി എന്തോ പറയാനുള്ളത്? ഒരു ഡെഡിക്കേഷൻ പോലെ നേഴ്സുമാർക്ക് വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ജോബ് മീൻസ് ഒരുപാട് പേര് ഈസി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ അവരുടെ സാലറിയുടെ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് കുറയ്ക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് വരെ വലിയ പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ആൾക്കാരുടെ നീഡിനനുസരിച്ച് ശരിക്കും സാലറി ഏറ്റവും കൂടുതൽ അറിയിക്കുന്നവർ അവർ തന്നെ അല്ലേ? പക്ഷെ അതത്ര കഷ്ടപ്പാടാണ്. കാരണം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സെക്ഷനിൽ എനിക്കൊരു 7 to 8 പേഷ്യൻസ് ഉണ്ട്. അത് ഹൈ റിസ്ക് പേഷ്യൻസും ഉണ്ട്. ചിലപ്പോൾ ഈ 8 പേഷ്യൻറ്റും ഹൈ റിസ്ക് ആയിരിക്കും. നമ്മളിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലാസ്റ്റ് ബ്രത്തിൻ്റെ സമയമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. കറക്റ്റ് ആ സമയത്തായിരിക്കും വേറൊരു പേഷ്യൻറ്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കൊടുക്കേണ്ട സമയം. അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരു നഴ്സിന് 7-8 പേഷ്യൻറ്റിനെ കൊടുക്കുന്നവരുണ്ട്. ഒന്ന് ആലോചിക്കുക, ഒരു ജീവൻ 7-8 ജീവനെ നോക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ വാർഡ് സെക്ഷനിലൊക്കെയാണ് അങ്ങനെ മെയിനായിട്ട് വരുന്നത്. ICU സെക്ഷനിൽ വരുമ്പം 1:1 എന്നുള്ളൊരിത് വരും, ഒരാൾക്ക് ഒരു പേഷ്യൻ്റ് എന്നുള്ള വരും. അതും ഹൈ റിസ്ക് ആണ്. അപ്പം നമ്മൾ റൂമിൽ ചെന്ന് ഉറങ്ങുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജീവിതം. അതെ അതെ, എല്ലാ നഴ്സുമാരും അങ്ങനെ തന്നെ വർക്ക് ചെയ്യും. അതെ. ഇനിയിപ്പോൾ ഭാരതിയുടെ ലൈഫിലോട്ട് കടന്നു വരുമ്പം എനിക്ക് തോന്നുന്നത് സീരിയലും ഇപ്പം അമ്മമാരുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹരിത എന്ന വ്യക്തി, ഹരിത എന്ന ലേബലിനെ കൂടുതൽ ആളുകളിലേക്ക് സിഗ്നേച്ചർ ആക്കിയത് നേരുന്ന സിനിമയായിരിക്കും അല്ലേ? ആ വക്കീലായിട്ട് എന്നെ വരവാണ്. വരവൊന്നും പറയരുത്. അല്ല ശരിക്കും സ്ലോ മോഷനിൽ വരുന്ന പോലെ ഓടി വരുന്നതായിട്ട് ഇൻട്രൊഡക്ഷൻ. നേരെന്ന സിനിമ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ കിട്ടിയത് ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അത് ഭാഗ്യമായിട്ടുള്ള ആ ഫുൾ ഫീൽ എനിക്ക് വന്നത് നേരെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ ആക്ച്വലി ടീമിനൊപ്പം വിനായക വഴിയാണ് എനിക്ക് നേരിലേക്കുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടീമിനൊപ്പമാണ് കാണുന്നത്. അപ്പോൾ ഫുൾ ക്രൂവിനൊപ്പമാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അല്ല, ടെക്നീഷ്യന്മാരുടെ അസോസിയേറ്റ്സ് അങ്ങനെയുള്ള ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവർക്കൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനേ പറഞ്ഞിരുന്നു, ലാലേട്ടൻ വരുമ്പോൾ ഓഫ് കോഴ്സ് കൈയടി വീഴും, എനിക്ക് കൈയടി വീഴില്ല, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം കൈയടി വീഴ്ത്താൻ എന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കൈയടി ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ വീഴുന്ന ഓരോ കൈയടിക്ക് സൈഡിൽ ഞാനും ഉണ്ട് അല്ലേ? ലാലേട്ടൻ്റെ കൈയടി നമ്മൾ നാച്ചുറലി വന്നു പോകുമല്ലോ. ഈ ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ അഭിനയിക്കുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലാലേട്ടനുമായിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ലാലേട്ടനെ കാണുന്നത് അതും ഭയങ്കര ഫിൽമിക്കാണ്. കാര്യമില്ല, ഭയങ്കര ഫിൽമിക്കാണത്. ഞാൻ ലാലേട്ടൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് എനിക്കുണ്ടായിരുന്ന ലാലേട്ടന് ഒപ്പമുള്ള ഷോട്ട്. ഫസ്റ്റ് ലാലേട്ടൻ്റെ വീട് കാണിക്കുന്നുണ്ടല്ലോ, അവിടെയാണ്. ഇപ്പം ജഗദീഷാനുണ്ട്, ശാന്തി ചേച്ചി ഉണ്ട്, ലാലേട്ടനുണ്ട്. അപ്പം ലാലേട്ടൻ ക്യാരവാനിൽ വന്ന് ഇറങ്ങാം. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും ആണ് ആളിട്ടിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലാലേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പം ആള് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാണുന്ന ബാക്ക് ഷോട്ടാണ്. എൻ്റെ ആ ചെരിഞ്ഞ തോളും ഇതാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഫേസ് ഞാൻ കാണുന്നില്ല.
പിന്നെ ഇപ്പം ആൾക്കാരിങ്ങനെ ഇതായതുകൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്തിരിക്കുക. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ കാണുന്ന ആള് ക്യാരവാനുള്ളിലേക്ക് പോകുന്നു. പിന്നെ അത് എപ്പോഴും ഫേസ് ചെയ്യണില്ല. പിന്നെ ഫേസ് ചെയ്യാൻ കാണുന്നത് നേരെ ഷോട്ടിന് ചെല്ലുമ്പം എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് മറ്റേ ജഗദീഷേട്ടനും ലാലേട്ടനും ഒക്കെ ഞാൻ ഇങ്ങനെ കോഫി കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. അതാ എടുത്തത്. അപ്പോഴാണ് നേരെ വന്ന് കാണുന്നതും. അപ്പം ഇങ്ങനെ ഇതാണ് ഹരിത അശ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. കാരണം മേ ബി ആ ഒരു മനുഷ്യൻ നമ്മളങ്ങനെ ഭയങ്കര കൂളായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും. ഈവൻ 10-18 ദിവസം ഞാൻ അദ്ദേഹത്തിനൊപ്പം ആ ഒരു കോർട്ട് റൂമിൽ എൻ്റെ തൊട്ടടുത്താണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറേ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും ഇത്രയും വലിയ മനുഷ്യൻ ഇന്ത്യ ഒട്ടാകെ ലോകം ഒട്ടാകെ അറിയുന്ന ആളല്ല, അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നും എനിക്കപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നേരിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ ആലോചിക്കുമല്ലോ, അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം ഇത്രയും വലിയ മനുഷ്യന് മുന്നിൽ നിന്നിട്ട് ഞാൻ എക്സ്പ്രഷൻ ഞാൻ ആരാ ഗുഡ് മോർണിംഗ് എന്ന് ഇവൻ ലാലേട്ടൻ എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് രാവിലെ വരുമ്പോ. ഉണ്ണിക്കണ്ണ മോന്റെ പ്രണവും പറഞ്ഞു, ഹരിതയോട് ലാലേട്ടനും ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ. അയ്യോ എല്ലാവരും ഇപ്പൊ ഹരിതയ്ക്ക് കിട്ടിയ ഏറ്റവും ലക്കെന്ന് പറയുമ്പം ഇപ്പോഴും ലാലേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു ഹരം തന്നെ. ആ ലാലേട്ടനോടൊപ്പം അഭിനയിക്കുവാനും ആ ലാലേട്ടനോടൊപ്പം ഒരുമിച്ച് ചെലവഴിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം ലൈഫിൽ അല്ലേ. അതാ പറഞ്ഞ ആ ഒരു സ്ഥിരം എല്ലാ ദിവസവും രാവിലെ പോകുന്നോണ്ട് എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം ആയിരുന്നില്ല. ഈ ലാലേട്ടനുമായിട്ട് ഷോട്ട് എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അങ്ങനെ വല്ലോ? ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബട്ട് ലാലേട്ടനായിട്ടിരുന്നപ്പോൾ എനിക്കൊരു മൊമെന്റ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടാവും എപ്പോഴും എഴുതാൻ. അപ്പം എൻ്റെ ക്യാരക്ടർ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആ ഇതിൽ ഈ കോടതിയുടെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് പോലും അങ്ങനെയാ. അപ്പൊ അയാളെ പറഞ്ഞ എന്താണ് ചേച്ചി എന്ന് ഞാൻ ശാന്തി ചേച്ചിയോട് ചോദിക്കുമ്പോൾ ശാന്തി ചേച്ചി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഓഡിയൻസിന് അത് കൺവേ ആവാൻ വേണ്ടിയിട്ട്. ഓഡിയൻസ് ചോദിക്കേണ്ട ചോദ്യമാണ് സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഞാനിങ്ങനെ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഒന്നാമത് ഇത്രയും വലിയ ആളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റേ സീരിയലിൻ്റെ ഷൂട്ടിനും പോകുന്നുണ്ട്. അപ്പം അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ. അപ്പോൾ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും അവിടെ ജഡ്ജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ലാലേട്ടൻ ഇത് കണ്ടു. ലാലേട്ടന്റെ മനസ്സിൽ ഇത് എന്തോ ലാലേട്ടൻ നോക്കുമ്പോൾ ഞാൻ ഷോട്ടിലൊക്കെ ഇരുന്ന് ഭയങ്കര അപ്പൊ എന്നോട് ലാസ്റ്റ് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് എഴുതും എടുക്കും. അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ പഴയകാല പാട്ടുകളൊക്കെ എഴുതിയിട്ട് അതിനിടയ്ക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ പാട്ട് പാടി കേൾപ്പിച്ചു. ഈ പാട്ടാണ് ഞാൻ നാളെ പാടാൻ പോണത്, ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ടായിരുന്നു, പക്ഷെ ടൂൺ കേൾക്കുമ്പോൾ നമുക്ക് പഴയ ഏതോ പാട്ടാണെന്ന് അറിയാം, അത് മനസ്സിലായി. അപ്പൊ അന്ന് മധുസാറിന്റെ ഏതോ ഒരു ഷോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ മറ്റേ ധോണി അദ്ദേഹത്തിനൊപ്പം ഉള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകും, ഞാൻ നാളെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്കായിരുന്നു. ഈ ഡയറിയിൽ എഴുതുന്ന ഇദ്ദേഹം ശ്രദ്ധിച്ചതുകൊണ്ട് എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങൾ അതേപടി എഴുതി വെക്കും. അപ്പം ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും, ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. എന്നുവെച്ചപ്പോൾ അതിലെ വില്ലൻ ഇന്നത് സംസാരിച്ചു, ഹി ടോൾഡ് ലൈക്ക് ദിസ് ആൻഡ് ദ വിക്ടിം ടോൾഡ് ലൈക്ക് ദിസ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്പർ വൈസ് എഴുതി വെക്കും. അപ്പം ഇതൊരു ഒറിജിനൽ ഡയറി പോലെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ എഴുതി വെക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു ഇതാണോ ഹാൻഡ് റൈറ്റിംഗ് എന്ന്. അപ്പോൾ കാളും കൂളും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചിട്ട് ഉള്ള വില മുഴുവനും പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ സ്പീഡിൽ എഴുതിയോണ്ടാ, അല്ലെങ്കിൽ ശരിക്കുള്ള എൻ്റെ അടിപൊളിയാന്ന് പറഞ്ഞു. ആണോ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ, ഞാൻ ഏതൊക്കെയോ സിനിമകളിൽ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പിന്നെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒളിമ്പ്യൻ അന്തോണിയാത്തിലും മറ്റോ ഇങ്ങനെ തിരിച്ച് ഒരു മിററിൽ എഴുതുന്നുണ്ടല്ലോ. അപ്പം പറഞ്ഞു അതെ, പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. അപ്പോൾ ആള് പറഞ്ഞു എനിക്ക് പേനയും ഇതൊന്നും തരുമോ, ഞാനൊന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് അല്ല, അതിന് മുമ്പ് എന്നോട് പറഞ്ഞു എന്നാ ഒന്ന് വൃത്തിക്ക് എഴുതി കാണിക്കാൻ പറഞ്ഞു. വൃത്തിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് ലാലേട്ടൻ എന്ന് എഴുതി. അപ്പോൾ ആള് പറഞ്ഞു നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പിന്നെ എൻ്റേത് പക്ഷെ മോശമാണ്, ഞാൻ കാണിക്കാം, പേനയും പേപ്പറും തരുമെന്ന് ചോദിച്ചു. കൊടുത്തു. ആള് യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് എഴുതി ഇതിങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു ലിറ്ററലി ഇവിടെ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കൊരു ഓട്ടോഗ്രാഫാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു.
പിന്നെ ഓ ആണോ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഈ ഡയറി അവരോട് ചോദിച്ചോട്ടെ ഞാൻ ഇത് എടുത്തോട്ടെ. ഓ പിന്നെന്താ ഞാൻ പറയണോ അവരോട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ ചോദിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനിത് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് കൊടുക്കാം. അച്ഛൻ എൻ്റെ ഫാനാന്നല്ലേ പറഞ്ഞു അച്ഛന് കൊടുത്തോളൂ. ആക്ച്വലി അതിപ്പോഴും ആ ഡയറി ഞാൻ അവരോട് ചോദിച്ച് മേടിച്ച് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതടിപൊളി. അപ്പം അത് വലിയൊരു മൊമെന്റ് ആയിരുന്നു. ആ ഡയറിയുടെ ഫോട്ടോ വല്ലതും കിടപ്പുണ്ടോ എഴുതിയത്? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എന്നാ ഒന്ന് കാണിച്ചേ. ഇതാണ് ആ സൈനും ആ ഫോട്ടോയും അല്ലേ? സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുൾ ഇത് കിട്ടും. അപ്പൊ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ നേര് സിനിമയുടെ എഡിറ്ററാണ് ഹരിതയുടെ ഹസ്ബൻഡ് വിനായക്. വിനായകാണോ ഈ നേര് സിനിമയിലേക്ക് എത്തിച്ചത്? അതെ അതെ, വിനായകാണ്. ദൃശ്യത്തില് ദൃശ്യം 2 തൊട്ട് പിന്നെ നേര് ഇപ്പൊ നുണക്കുഴി, 12th മാൻ, കൂമൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് ലൈഫിലോട്ട് വന്നത് അല്ലേ? അയ്യോ അല്ല, ഞങ്ങൾ കുഞ്ഞിലോട്ട് ഫ്രണ്ട്സ് അല്ലേ. ഈ പ്രേക്ഷകർക്ക് ഹരിതയുടെ ഇന്റർവ്യൂ ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഹരിതയുടെ പ്രണയ വിവാഹമായിരുന്നു അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? ഹരിത പറയുന്നത് അറേഞ്ച് മാരേജ്, ഹസ്ബൻഡ് പറയുന്നത് പ്രണയ വിവാഹം. എന്താണ് സത്യാവസ്ഥ? ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ പറയാൻ പോവാ. റെഡി? അല്ല, അത് ഞങ്ങൾ രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കുഞ്ഞുനാളില്. അപ്പോൾ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്ന ഒരു സമയം വന്നപ്പോൾ വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാരല്ല, അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് ആളോട് പറഞ്ഞു. അപ്പൊ ആൾ ആദ്യം തന്നെ അവളോ ഓ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് ഇവനത് പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു അയ്യോ നീയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും സംസാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ താല്പര്യം ഉണ്ട് എന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ ആളുടെ മനസ്സ് കുറച്ച് മാറാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് അവൻ ഫാമിലിയിൽ പറഞ്ഞ് ഞങ്ങളൊന്ന് ഓക്കെ വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ റിജക്ട് ചെയ്തു. അത് എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് തന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഞങ്ങൾ 15 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. സോ ഗിഫ്റ്റ് ഫുള്ള് തന്നിട്ട് 16ാമതായിട്ട് ഇതിനൊരു ഇത് പറഞ്ഞു, ലൈക്ക് ഇതുപോലെ നമുക്ക് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ റിജക്ട് ചെയ്തത്. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതിനെ പറ്റിയുള്ള സംസാരം വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഫൈനലി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓക്കെ ഒരു 1 മന്ത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഇരുന്ന് നോക്കാന്നുള്ളൊരു. പക്ഷെ 1 മന്ത് ആക്ച്വലി പാളിപ്പോയി, ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആശാൻ ഇതിനിടയ്ക്ക് വീട്ടിൽ പോയി പറഞ്ഞിരുന്നു. അപ്പൊ വീട്ടിൽ പോയി പറഞ്ഞപ്പോ വീട്ടുകാർ വന്ന് ആലോചിച്ചു. അപ്പൊ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി സംഭവങ്ങള്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഞാൻ വേണ്ട, പിന്നെ നമ്മള് വേണ്ടാന്ന് വെച്ചോന്നായപ്പോഴത്തേക്കും ഇവര് വേണ്ടാന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞു കളിക്കണോ, അവർക്കറിയില്ലല്ലോ 1 മന്തിലേക്കാണെന്ന്. ഇവൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്താന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ലാസ്റ്റ് പിന്നെ വീണ്ടും ഇതിന്റെ ടോക്കൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഫൈനലി ഞങ്ങള് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അറേഞ്ച് മാരേജും അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ലവ് മാരേജും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പറന്ന് നടക്കുന്ന വ്യക്തികളാണ്, പെട്ടെന്ന് ഒരു കല്യാണം കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതം കഴിയുമ്പോൾ കൂട്ടിലിട്ട കിളിയായിട്ട് മാറും. അങ്ങനെ ഹരിതയുടെ ലൈഫിൽ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, എന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ തൊട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ എത്ര വർഷത്തെ സ്നേഹബന്ധമായിരുന്നു, ഫ്രണ്ട്ഷിപ്പ്? സ്നേഹബന്ധം എന്ന് പറയാൻ ഒത്തിരി ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളേക്ക് തോന്നുന്നു ഒരു 15 വർഷം. 15 വർഷം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പണ്ട് കുഞ്ഞിന് സ്കൂളിൽ പോലെ അറിയാമല്ലോ. അത്ര ഈ കൂട്ടുകാരൊക്കെ കല്യാണം അറിഞ്ഞപ്പോ എന്തു പറഞ്ഞു? നീയൊക്കെ പറ്റിക്കുമായിരുന്നോ ഞങ്ങള്, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, കുറെ പേര് ഞങ്ങൾ ആക്ച്വലി അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് എനിക്കിപ്പം ഒരാൾ എനിക്ക് അത്രയും പേഴ്സണലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അയാൾ തിരിച്ച്, അത് എൻ്റെ വലിയൊരു ബാഡ് ക്വാളിറ്റിയും കൂടിയാണ്. ലൈക്ക് അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാനായിരുന്നു പിന്നാലെ നടന്നത്. ബിക്കോസ് ഐ തോട്ട് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്യും. സോ അപ്പോൾ പുള്ളി ഇപ്പോൾ തിരിച്ച് ഞാനിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അവനോട് എനിക്ക് ബോറടിക്കുന്നു ബട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ ഫ്രണ്ടാണ്. ഇപ്പം അമ്മയെ മാറ്റാൻ പറ്റില്ലല്ലോ, അച്ഛനെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ ഇങ്ങനെ എഫേർട്ട് എടുത്ത് വിളിക്കുക, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫുൾ കണ്ടിന്യൂ ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് വർഷം അങ്ങനെ പറയാൻ അറിയില്ല. ഏതായാലും സന്തോഷമാണ്, രണ്ടുപേരും അടിപൊളിയായിട്ട് പോകുന്നു.
ഈ രണ്ടുപേരും തിരക്കുള്ളവരാണ്. ഹസ്ബൻഡാണ് എഡിറ്ററുമാണ്, ഹരിതയാണെങ്കിൽ ആക്ട്രസുമാണ്. നിങ്ങൾ എപ്പോഴാണ് ശരിക്കും കാണുന്നത്? ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ വല്ലപ്പോഴാണ് മീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ കാണും. ഞങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, ബിഗ് ബോസ് സീസൺ 7 ഹരിതയുണ്ടോ? ഞങ്ങൾ അറിഞ്ഞതാ. ബിഗ് ബോസ് ഒന്നും ഇട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഹരിത ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇനി ഇപ്പൊ കിട്ടിയാൽ പോകുമോ? പറയാൻ പറ്റില്ല, ഇതുവരെ ഇല്ല. എന്നാലും ഇപ്പൊ ഹരിത ഇപ്പൊ ഒരു ബിഗ് ബോസ് ചാൻസ് കിട്ടി ഹരിത പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള കണ്ടസ്റ്റന്റ് ആരെ പോലെ ആയിരിക്കും? ഇപ്പൊ സ്വഭാവം നോക്കിയ എല്ലാം നോക്കുമ്പോൾ. അയ്യോ, ഞാൻ അങ്ങനെ ബിഗ് ബോസ് കംപ്ലീറ്റ്ലി കാണുന്ന ഫോളോ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാം. എന്നാലും കപ്പടിച്ചു വരുമോ? പിന്നെ കപ്പടിക്കാനായിരിക്കും ചെയ്യുക, പക്ഷെ ചെല്ലുക. പക്ഷെ ബിഗ് ബോസിൽ അതിങ്ങനെ ഞാനും കേട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരെയും ഈ നാട്ടുകാർ ബിഗ് ബോസിലാക്കിയിട്ടുണ്ട്. സീസൺ 1 മുതൽ എല്ലാവരുടെയും പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിലുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ഇനി സീരിയൽ വിശേഷങ്ങളോട്ട് നമുക്ക് പോകല്ലേ. പുതിയ സീരിയൽ എന്തൊക്കെയാണ്, എന്ത് റോളുകളാണ് ചെയ്യുന്നത്, എങ്ങനെ പോകുന്നു? പുതിയ സീരിയല് സ്നേഹപൂർവ്വം ശ്യാമയാണ് സീരിയലിന്റെ പേര്. അതിൽ ശ്യാമയാണോ? അതെ, ശ്യാമ മാത്രമല്ല, രാധികേര ഡബിൾ റോളാണ്. അമ്മയും മകളുമായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ അമ്മയുടെ കഥ, ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കഥ, ശ്യാമാംബരം എന്ന് പറയുന്ന കഥയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ടോപ്പില് സീരിയൽ പോയിക്കൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിന്റെ സീസൺ 2 ആണ്. അപ്പോൾ അത് സ്നേഹപൂർവ്വം ശ്യാമ, അത് ശ്യാമയുടെ മകളുടെ കഥയാണ്. ബട്ട് അമ്മയും ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഡബിള്. ഈ ഡബിൾ റോൾ ചെയ്യുമ്പോൾ എങ്ങനെ കഷ്ടപ്പാടല്ലേ? അയ്യോ, ഇവിടെ വേണമെങ്കിൽ ഞാൻ കരയും. നല്ല കഷ്ടപ്പാടാണ് ആക്ച്വലി. ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഭയങ്കര സ്കിൻ ടോണിലൊക്കെ വ്യത്യാസമുള്ള അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ ഈ ശ്യാമാംബരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്കിൻ ടോൺ മാറ്റും. എന്നിട്ട് അതിനൊരു 1.5-2 മണിക്കൂർ നമ്മൾ എടുക്കും അതിനു വേണ്ടി മാത്രം. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ക്യാരക്ടർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ ക്യാരക്ടർ അമ്മയായി. അപ്പൊ മകളുടെ ക്യാരക്ടർ വരുമ്പോൾ അത് വേറെ സ്കിൻ ടോൺ ആണ്. അപ്പം ഒരാളെ നമുക്ക് മേക്ക് ഡൗണും ചെയ്യണം, നമ്മള് മേക്കപ്പും ചെയ്യണം. അപ്പം മേക്കപ്പ് നമ്മൾ അധികം കാര്യമായിട്ട് ചെയ്യുന്നില്ല, ബേസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അമ്മ ക്യാരക്ടർ കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ നരയിടുകയോ അല്ലെങ്കിൽ സ്പെക്സ് വെക്കുക ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത് കോസ്റ്റ്യൂമിലും പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഉള്ള വെച്ചിട്ടാണ് അമ്മ ക്യാരക്ടർ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ചെയ്ത 2 കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടം ഏതാ? അയ്യോ, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. കാരണം ഈ രാധികയുടെ സ്റ്റോറി, ശ്യാമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഫാമിലി ഡ്രാമയാണ് മെയിനായിട്ട് വരുന്നത്. കുറേ ഇമോഷണലി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് അവരൊരു പാട്ടുകാരിയാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ പുള്ളിക്കാരത്തിയാണ് ആ പാട്ടുകാരി എന്ന് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു ഡ്രമാറ്റിക് സീരിയലാണ് ശ്യാമാംബരം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്നേഹപൂർവ്വ ശ്യാമ, അത് രാധികയുടെ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഞാൻ തകർക്കും തീർക്കും കിടക്കും. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒക്കെ കൂടെ ബേസ് ചെയ്ത് വരുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ രണ്ടും 2 രീതിയാണ്. പക്ഷെ ശ്യാമ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. രാധിക ആ ഒരു ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ. അത് ഇപ്പം നിതിൻ ചേട്ടനാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്നാ വേണം, ആള് പക്ക സപ്പോർട്ടല്ലേ അല്ലേ? അടിപൊളി, ഇപ്പൊ എത്ര ആള് പുറകെ ഇരിപ്പുണ്ട് കേട്ടോ. അയ്യോ പറയല്ലേ, അതൊന്നും എങ്ങനെ ഒരു മനുഷ്യനെ മുന്നിൽ വേണ്ടി ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെ ആളെ പൊക്കി പറയാം. അതെ അതെ അതെ, ആള് പുറകിലില്ല. വളരെ നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. എന്റെ പുനണവ് എന്നാ സ്നേഹം എന്നറിയോ? കാരണം ഇതെല്ലാം നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്തത് നിതിൻ ബ്രോയാണ്. ബ്രോ താങ്ക് യു. അപ്പം എത്രയോളം സീരിയൽ ഇപ്പം ചെയ്തിട്ടുണ്ട്? എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? സീരിയല് 1 2 3 4 ഇത് 5ാമത്തെ സീരിയൽ. ഈ 5 സീരിയൽ വരുമ്പം തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു, ഏറ്റെടുത്തു. പക്ഷേ സിനിമ വെച്ച് നോക്കുമ്പോൾ സീരിയലിൽ കഥാപാത്രങ്ങളെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ആ സീരിയൽ കഴിയുമ്പോൾ കഥാപാത്രങ്ങളെ മാറ്റുകയും ചെയ്യും. അപ്പോഴും ഹരിതയ്ക്കുള്ള ഒരു വാല്യൂ എന്ന് ഞാൻ കാണുന്നത് ഫേസ് വാല്യൂ ഉണ്ട് അല്ലേ? ശരിക്കും പണ്ട് മുതലേ മറ്റുള്ളവർ തിരിച്ചറിയണം, എനിക്ക് 10 പേര് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആക്ച്വലി ശ്യാമാംബരം തൊട്ട് തന്നെ ആളുകൾ തിരിച്ചറിയുന്നത് കുറവാണ്. എന്നുവെച്ചാൽ മിക്കവർക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇറങ്ങിയപ്പോൾ നേരിലെ അഡ്വക്കേറ്റ് പറഞ്ഞ ഞാനാണെന്നുള്ളത് കുറെ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അങ്ങനെ ഫോളോ ചെയ്യുന്ന അങ്ങനെ കുറെ പേർക്ക് മനസ്സിലായിട്ടോ, കുറെ പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നേരിൽ ഞാനുണ്ടായിരുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഹരിതയാണോ അത് ചെയ്തേ? ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കഥ ഒന്ന് പറഞ്ഞേ. അത്
അത് ഞങ്ങളൊരു ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ എന്നോട് ചോദിച്ചു, ചേച്ചി ഏതിനകത്തൊക്കെയാ ഉള്ളത് ചോദിച്ചു. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഒന്നുമില്ല, ഞാൻ അത്ര വലിയ സംഭവം എനിക്കറിയാം. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റേ നിന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ കണ്ടു മനസ്സിലായില്ലടാ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ സീരിയൽ കാണുന്നില്ല, ഓക്കെ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിതിൻ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ബാക്കി ഞങ്ങളുടെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞു, ആ നേര് കണ്ടിട്ടുണ്ട് ചേച്ചി, അല്ല സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, നേര് നീ കണ്ടിട്ടുണ്ട്? നേര് കണ്ടിട്ടുണ്ട് ചേച്ചി. ഓ ചേച്ചി അതായിരുന്നല്ലേ, ഓ ഇപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആവുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു പറഞ്ഞിട്ട് അവനിങ്ങനെ ചേച്ചി ആ വില്ലന്റെ കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് വെച്ചിട്ട് എന്നുവെച്ചാ വില്ലന്റെ കൂട്ടത്തിലുള്ള ഏതോ ഒരു പെൺകൊച്ചാണ് വിചാരിച്ചിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് അതല്ലടാ ഞാൻ എന്നിട്ട് ഞാൻ പതിയെ ഫോൺ എടുത്തിട്ട് ലാലേട്ടന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണിച്ചു. എന്തൊരു അവസ്ഥയല്ലേ. അവസ്ഥ അതുവരെ ഓക്കെ ആയിരുന്നു ചേട്ടാ. ഇവരെന്നെ തിരിച്ചറിഞ്ഞില്ല, പോട്ടെ, ഒരുപാട് പേരെന്നെ തിരിച്ചറിയാത്തവരുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഫ്രണ്ട് ഇരിക്കുന്നവന്മാര് കേട്ടല്ലോ, അതായിരുന്നു എന്റെ പ്രശ്നം. മര്യാദയുള്ളവരാണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ചോദിക്കായിരുന്നു. ഇത് ഈ ഫ്രണ്ട് ഇരിക്കുന്ന നിതിൻ ചേട്ടൻ കേട്ടത് ലൊക്കേഷനായ ലൊക്കേഷൻ മുഴുവൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോഴേ ഇത് തന്നെയാ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ ജാടത്തേണ്ടി. ഓ ലാലേട്ടനോട് ഉപയോഗിച്ച ആളാണ്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, നീ മനസ്സിലാക്കി ഇത് ഞാനാണ്, ഇത് ഞാനാണ്. അത് കുറച്ച് എംബാരസ്ഡ് ആയിരുന്നു. അങ്ങനെ ഡബിൾ റോളൊക്കെ ചെയ്ത് കത്തി നിൽക്കുന്നല്ലേ. ഈ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടും സംസാര വിഷയമാണ്, സീരിയലിൽ ചെയ്ത സിനിമ കിട്ടുമോ അല്ലെ കിട്ടത്തില്ലയോ. പക്ഷെ അത് ഹരിത തിരുത്തി, സീരിയൽ നിൽക്കുമ്പോൾ തന്നെ ആണല്ലോ നേരൊക്കെ ചെയ്യുന്നത് തന്നെ. ശരിക്കും അങ്ങനെ പറയുന്നവരോട് എന്തുവാ പറയാനുള്ളത്? കാരണം രണ്ടും അഭിനയം വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? അഭിനയം ഉണ്ട്, സത്യത്തിലുണ്ട് അഭിനയം. കാരണം രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് മീഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സീരിയലും സിനിമയും. ഇപ്പൊ ഈ സിനിമയെ പോലുള്ള ഒരു സംഭവം സീരിയലിൽ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ സീരിയലിൽ പോലുള്ള ഒരു അഭിനയം സിനിമയിൽ കൊണ്ടുവന്നാലോ വർക്ക് ആവില്ല. കാരണം കുറെ ആൾക്കാർക്ക് പറയുന്നുണ്ട് സിനിമ പോലെ ഇറക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ. ഒരു സിനിമ എടുത്ത് നമ്മളൊരു അപ്പം കുറെ എപ്പിസോഡ്സ് ആക്കി നമ്മളത് കട്ട് ചെയ്താലും അത് ഇമ്പാക്ട് ഉണ്ടാവില്ല. അതിന് സീരിയൽ കാണുന്ന ഓഡിയൻസേ വേറെയാ. ഇപ്പൊ കാരണം ആ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണോ അതാണ് സീരിയൽ വഴി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ സീരിയൽ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതേ കാര്യം ആക്ച്വലി ജിത്തു ജോസഫ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പേരിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാരുണ്ട് ഈ സീരിയൽ ചെയ്യുന്നവരെ സിനിമയ്ക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അറിയാം, പുള്ളി കുറെ മിനി സ്ക്രീനിലുള്ള ആൾക്കാർക്ക് കുറേ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറും മണ്ടൻ ചിന്താഗതിയാ. ഇതൊന്നും അല്ലാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് മിനി സ്ക്രീനിൽ. ആക്ച്വലി അദ്ദേഹം പറയുന്ന എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും കൊടുക്കും. പുള്ളി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ തീർച്ചയായിട്ടും കൊടുക്കും. ഈ ഹരിതയുടെ അഭിനയത്തില് ജിത്തു ജോസഫ് സാറ് പറഞ്ഞ എന്തുവാ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതേ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഈ സീരിയലിൽ കാരണം ഈ ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ ആക്ച്വലി ആ ഫിലിമിൽ 3-4 ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലോസ് തന്നെ വെക്കുമ്പോൾ ഈവൻ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ 2 ഷോട്ട് കിട്ടുമെന്ന്. പക്ഷെ ആ സിനിമയിൽ കൂടുതലും 2 ഷോട്ട് ജിത്തു സാർ വെച്ചു. അതെനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ലാലേട്ടനാണ് തൊട്ടടുത്ത് നിന്ന് റിയാക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ റിയാക്ഷൻ എന്താവും മീൻസ് അതൊന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത്രയെങ്കിലും ഓക്കെ ആയിട്ടെങ്കിലും പോകണ്ടേ അദ്ദേഹത്തിനൊപ്പം. അങ്ങനെ ഒരു ഇതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ സീൻസും അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ ക്ലോസിനൊക്കെ കൂടുതൽ 2 ഷോട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് വെച്ചതിന് കാര്യമുണ്ട്. കാരണം ഞാൻ വെരി ജൂനിയർ ആണ്, അദ്ദേഹം വെരി സീനിയർ ആണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹം നാണം കെടുമ്പോൾ അപ്പൊ പുള്ളിക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ അദ്ദേഹം ഇടുമല്ലോ. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ചെറുതായിട്ട് ഫേസ് മാറ്റുന്നുണ്ട്. എന്റെ മുന്നിൽ ആണെങ്കിടുവാണല്ലോ എന്നോർത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഫേസ് മാറ്റുന്നുണ്ട്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 2 ഷോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളൊരിത് വെക്കുമ്പം എനിക്ക് ഞാൻ കൂടിപ്പോയോ അതോ കുറഞ്ഞു പോയോ ഞാൻ ഓക്കെ ആണോ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. അത് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ ആണോ എന്നുള്ള എന്തിനാണ് അങ്ങനെ ഒരു ഡൗട്ട് വെക്കുന്നത് എന്ന് വെച്ചു. നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഈ ക്യാരക്ടറിനെ എടുക്കില്ലല്ലോ. ഇല്ല. അപ്പൊ പറഞ്ഞു പിന്നെ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ മോളെ തീർച്ചയായിട്ടും ഞാനത് പറയും. ഇതുവരെ എനിക്ക് ഓക്കെ ആണ്,
ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അത് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് സട്ടിലായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് അശ്വതിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് എനർജറ്റിക്, ഇങ്ങനെ ഒരു ബബ്ലി പോലെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കുറച്ച് ലിമിറ്റ് ചെയ്താണ് സാറ് പിന്നീട് മാറ്റി. അതും നമ്മൾ ഓർക്കേണ്ടത് കിട്ടിയ റോൾ അഡ്വക്കേറ്റുവാ. പിന്നെ ഇതുപോലെ ഒരു അവസരം കിട്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ചെയ്യണമല്ലോ. പിന്നെ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പൊ അത് വെച്ചിട്ട് സാർ ഓക്കെ ആണ്, അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെന്ന് പറയും. അത് ലൈഫിൽ വലിയൊരു മുന്നോട്ടുള്ള സ്റ്റെപ്പ് തന്നെ ആയിരുന്നു അല്ലേ? ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്തെങ്കിലും എൻ്റെ മനസ്സുമായിട്ട് എൻ്റെ സ്വഭാവമായിട്ട് കണക്റ്റ് ആയ ഒരു കഥാപാത്രം ഏതായിരിക്കും? അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പം ഞാൻ ചെയ്തൊരു അല്ലല്ലോ, ഉത്തരം ഉണ്ട്. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ആലോചിക്കുമ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ആയിട്ട് പോയിട്ടുണ്ട്. അല്ലാതെ എന്നെ പോലൊരു ക്യാരക്ടർ, ഞാനിപ്പോൾ ഈ ശ്യാമ, രാധിക അങ്ങനെയുള്ള ഞാൻ ചെയ്ത സീരിയലിൽ മിക്കതും ഈ ഹീറോയിൻസ് ഭയങ്കര പാവങ്ങളായിരിക്കും. മറ്റേ വായിൽ വരലിട്ട കടിക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ പാവം പിടിച്ച പിള്ളേരായിട്ട്. ഞാൻ അത്ര പാവമൊന്നുമല്ല. റിയൽ ലൈഫിൽ ആയിരുന്നു പാവമാണോ? അല്ല, ഞാൻ പോയിട്ട് വരാം. ഞാനിപ്പോ പാവന്ന് പറയാം. എന്റെ കൂട്ടുകാർ, എന്റെ വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോ അവര് സത്യം പറയില്ലേ? ഫസ്റ്റ് കമന്റ് വരുന്ന വീട്ടിൽ നിന്ന് അമ്മ. എനിക്കറിയാമോ പാവോ, വീട്ടിലോട്ട് ആ കാണിച്ചു തരാം. ഇല്ല, അത്ര പാവമൊന്നുമല്ല. അത്ര പാവമായി സീരിയലിലെ നായകന്മാരെ പോലെ പാവമായിട്ടുള്ള മനുഷ്യരൊന്നും ഈ ലോകത്തില്ല. അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറി അല്ലേ. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോളുകൾ ഏതാ? ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉള്ളത്, അല്ലാതെ സീരിയലിലും സിനിമയിലും അങ്ങനെയൊന്നല്ല. ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട നടൻ ആരാ? ലാലേട്ടൻ. ലാലേട്ടനോട് തന്നെ അഭിനയിച്ചല്ലോ. എന്നാൽ ഇനിയും എനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള നടൻ ആരായിരിക്കും? പോരട്ടെ ഒന്ന്. ഞാൻ മമ്മൂക്ക, പൃഥ്വിരാജുണ്ട്, നിവിൻ പോലി, മലയാളത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വിജയ്, സൂര്യ, പിന്നെ ഷാരൂഖ് ഖാൻ, ഇഷ്ടം പോലെ വരുന്നുണ്ട്. എല്ലാരും എടുത്തോളൂ. ഇത് എത്ര നാൾ കൊണ്ട് അഭിനയിക്കണം? അതൊന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരുപാട് ചെറിയ ആഗ്രഹങ്ങളല്ല, ആഗ്രഹങ്ങൾ വലുതാ, ഒരുപാട് വലുതാ. നമ്മൾക്ക് ഇപ്പോഴും അത്ഭുതം നേഴ്സായിട്ടൊരു വ്യക്തി ഈ ഒരു ഫീൽഡിലോട്ട് വരുവാന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാണ് അല്ലേ? എന്നിട്ടും ആഗ്രഹം സാധിച്ചു. ഈ പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ നിന്നെ കൊണ്ട് ഇത് നടക്കുമോ, നേഴ്സ് വല്ലതും പോലെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി എനിക്ക് ഒന്ന് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് എവറി ഡേ നൈറ്റ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈവൻ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴാണെങ്കിലും പഠിച്ചിട്ട് നമുക്ക് തലേ കയറത്തില്ലല്ലോ മിക്ക കാര്യം. അത്രമേൽ പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോക്ടേഴ്സൊന്നും പഠിക്കുന്നതിൻ്റെ അത്രയും അതിനേക്കാളും ഒത്തിരി ചെറുതൊന്നും അല്ല നഴ്സിംഗ് അത്ര തന്നെ പഠിക്കണം. ഡോക്ടേഴ്സ് കൂടുതൽ മീൻസ് അസുഖം ഡയഗ്നോസിസ് കണ്ടുപിടിക്കാനാണ് കൂടുതൽ പഠിക്കുന്നതെങ്കിൽ നഴ്സസ് അത് ക്യൂർ ചെയ്യാനുള്ള കെയർ ആയിരിക്കും കൂടുതൽ പഠിക്കുക. അപ്പോൾ ഈ കരഞ്ഞത് എന്തിനായിരുന്നു? എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടണം, അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടരുതെന്നുണ്ടല്ലോ. അത് വലിയൊരു വാക്കാണ്. അതെനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബേസിൽ എന്നും ഇത് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ എന്തേ ചെയ്യുന്നത്, എനിക്കത് നേടാൻ പറ്റുമോ എന്നുള്ളൊരിത്. എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നഴ്സിംഗ് ആണ്, ഇനി വീട്ടിൽ നിന്ന് ചെല്ലുമ്പോഴേ നിന്നെ എന്തായാലും എബ്രോഡിന് വിടും, അങ്ങനെ ആയിരിക്കും എല്ലാവരുടെയും മൈൻഡ് സെറ്റ്. അപ്പോൾ എന്തായാലും അതായിരിക്കും വഴിയെന്ന്. അത് നമ്മുടെ ഇങ്ങനെ ആഗ്രഹം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓർത്ത് നല്ല വിഷമവും നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കരഞ്ഞു നിന്ന് ചിരിക്കുന്നു അല്ലേ? പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇനിയും ഞാൻ ആക്രാന്താണ്. അത് വരും ഉറപ്പായിട്ടും. അന്ന് കളിയാക്കിയവര് അല്ലെങ്കിൽ അന്ന് നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞവര് ഇന്ന് ഇത് കാണുമ്പോൾ വിളിക്കാറുണ്ടോ? നടക്കത്തില്ല എന്നല്ല, നീ ഇങ്ങനെ എന്നെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലാതെ നിന്നെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യാറില്ല ഫ്രണ്ട്സ്. കാരണം അവർക്കേ ഒരു കോൺഫിഡൻസ് കുറയുമ്പോൾ നീ ഇങ്ങനെ ആലോചിച്ച്, നീ ഇങ്ങനെ അതിനെപ്പറ്റി ആഗ്രഹിച്ച്, നീ അങ്ങനെ വിഷമിക്കണ്ട. കാരണം നീ സേഫ് സോൺ ആണ്. സേഫ് സോണിലൊന്നും അല്ല ഞാൻ. ഇപ്പോഴും ഞാൻ നല്ല സ്ട്രഗ്ലിംഗ് പീരീഡിൽ തന്നെയാണ്. കാരണം സ്വപ്നങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവരിപ്പോൾ ഇന്നലേക്ക് എനിക്ക് അതേ കുട്ടി തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഐ ആം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മെസ്സേജ് അയച്ചിരുന്നു. ബട്ട് എനിക്കതിലൊക്കെ സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ സ്ട്രഗിളിങ് ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് വൺ ഡേ. പഠിച്ച സ്കൂള്, പഠിച്ച കോളേജ്, ഇവിടെയൊക്കെ ഇനാഗ്രേഷനൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെ കിട്ടുന്നൊരു സന്തോഷം ചെറുതാണോ? അല്ല, ആക്ച്വലി ഞാൻ ഈ നഴ്സിംഗിന് പഠിച്ച അതേ കോളേജിൽ തന്നെയാണ്. ആ കോളേജിൽ ഞാൻ ഒരു വർഷം നഴ്സിംഗിന് പോയതുകൊണ്ടായിരിക്കും എനിക്ക് ഫീൽഡിലേക്ക് വരാൻ പറ്റുക. കാരണം അവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മളെ. ഈവൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് അവിടുത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡാൻസ് ഇതിനൊക്കെ. അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഞാൻ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യായിരുന്നു ഫ്രം ഫസ്റ്റ് ഇയർ.
അപ്പോൾ ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തെ പ്രോഗ്രാംസ് ഒക്കെ അത്രയും നമ്മൾ ഗ്രാൻഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് ഇഷ്ടം അതാണല്ലോ പ്രോഗ്രാം ചെയ്യാൻ. അതറിയാം. അപ്പം പുള്ളിക്കാരത്തി ഞാൻ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് ഇതിലേക്ക് വരുന്നു എന്ന് പറയുമ്പം ഓഫ്കോഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. എൻ്റെ നഴ്സിംഗിൻ്റെ എൻ്റെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും ഈവൻ എൻ്റെ പ്രിൻസിപ്പൽ ആണെങ്കിലും എല്ലാവരും. അപ്പോൾ തിരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഒരു സ്ലൈഡ് ഷോ ഒക്കെ ഉണ്ടാക്കി, എൻ്റെ പഴയ ഫോട്ടോസും പിന്നെ ഇപ്പോഴത്തെ സീരിയലിൻ്റെ ഇതുമൊക്കെ വെച്ചിട്ട് സിനിമയുടെ ഇതുമൊക്കെ വെച്ചിട്ട് അവർ സ്ലൈഡ് ഷോ ഒക്കെ ഉണ്ടാക്കി. ഞാനവിടെ പോയിരുന്നു. കർണാടകയാണത്. പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നു, ഗസ്റ്റായിട്ട് പോകുന്നു, വലിയ വ്യത്യാസമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട് അല്ലേ? അത് നേരിട്ടു. അത് നേരിട്ടു. പിന്നെ ജൂനിയേഴ്സ് ആണല്ലോ അവിടെ ഉള്ളത്. ഫ്രണ്ട്സ് ഒന്നുമില്ല, ബട്ട് ജൂനിയേഴ്സ് ആണല്ലോ. അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ഓക്കെ, നമ്മളെപ്പോലെ അവർക്കും കുറേ പേർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നഴ്സിംഗ് അല്ലാതെ പോകണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ വരാൻ പറ്റുന്നില്ല, അല്ലെ വീട്ടിൽ വിടുന്നില്ലായിരിക്കാം. ഇങ്ങനെ വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുവരെയുള്ള ഹരിതയുടെ എക്സ്പീരിയൻസിൽ എന്തുവാ പറയാനുള്ളത്? കഷ്ടപ്പെടുക, ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക ചെയ്യുമ്പം എന്തായാലും നേടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും. അതെ, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്. അപ്പോൾ ഹരിത ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹരിതയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, വിജയ്, രജനീകാന്ത്, ആസിഫ് അലി ഇവർക്കൊക്കെ എന്നോട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.